الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى ബഹുമാന്യരായ വിശ്വാസിനികളെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾക്ക് സൂക്ഷ്മതയോടെ വിധേയരാവാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ബഹുമാനപൂർവം പിന്തുടരാനും മുത്തഖികളായി ജീവിച്ച് മരിക്കുവാനും വേണ്ടി എപ്പോഴും സർവ സന്ദർഭങ്ങളിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം ജാഗ്രത കാണിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി എന്നെയും നിങ്ങളെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണപ്പെടേണ്ടത് വിശുദ്ധരായിട്ടാവണമെന്നും വിശുദ്ധരായി മരണപ്പെടണമെങ്കിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും വിശുദ്ധമാക്കാൻ ജീവിതകാലത്ത് ശ്രമിക്കണം എന്നും അങ്ങനെ വിശുദ്ധമാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല നമ്മുടെ വിശ്വാസരംഗമാണ് എന്നും അതേത് രൂപത്തിലായിരിക്കണമെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടുന്ന മേഖല നമ്മുടെ ആരാധനകളുടെ, ഇബാദത്തുകളുടെ മേഖലയാണ്. ഇബാദത്തുകൾ വിശുദ്ധമായിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അദ്ഖലഹുല്ലാഹു അലാ മാക്കാന മിനൽ അമൽ എന്ന
വിശുദ്ധമായ വിശ്വാസമുണ്ടെങ്കിൽ അവരെ അല്ലാഹു അദ്ഖലഹുല്ലാഹുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അലാ മാ കാന അലൈഹി മിനൽ അമൽ, അവന്റെ അമലുകൾ പരിഗണിച്ചുകൊണ്ടാണ്, ആ അമലുകൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും. അമലുകൾ വിശുദ്ധമല്ല, ശരിയായ രീതിയിലല്ല എങ്കിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നർത്ഥം. ഇബാദത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ് ഇബാദത്ത് എന്ന ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിശദീകരണം, അൽ ഇബാദ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർള മിനൽ അഖ്വാലി വൽ അഅമാലിൽ ളാഹിരി വൽ ബാത്തിൻ എന്നാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതുമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രഹസ്യവും പരസ്യവുമായ എല്ലാത്തരം വാക്കുകൾക്കും എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ച് പറയാവുന്ന പേരാണ് ഇബാദത്ത് എന്നർത്ഥം. അപ്പൊ ആ പദപ്രയോഗത്തിലുണ്ട് നാം ഇബാദത്ത് എടുക്കുന്നത് എന്തിനുള്ളതാണ്? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബു വയർള, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവെ തൃപ്തിപ്പെടുത്താൻ കഴിയണം. അവ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുമായിരിക്കണം. അത് വാക്കായാലും ശരി, അത് പ്രവൃത്തിയായാലും ശരി, അത് നമ്മുടെ മനസ്സിന്റെ വിചാരവികാരങ്ങൾ കൊണ്ടുള്ള ദിക്റുകളും ദുആകളുമാണെങ്കിലും ശരി, നമ്മുടെ ശരീരം കൊണ്ടും നാവ് കൊണ്ടുമൊക്കെയുള്ള വാക്കുകളും പ്രവൃത്തികളുമാണെങ്കിലും ശരി, അവയെല്ലാം അള്ളാഹുവെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണെങ്കിൽ അത് സ്വീകാര്യമായ ഇബാദത്തുകളാണ്. അവ അള്ളാഹുവിന് ഇഷ്ടമുള്ളവയാണെങ്കിൽ അവ സ്വീകാര്യമായ ഇബാദത്തുകളാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതുമായ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് അതിനെന്തു പേരിട്ട് നമ്മൾ വിളിച്ചാലും അത് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുകയില്ല എന്നർത്ഥം. അങ്ങനെ അള്ളാഹു കബൂലാക്കുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന, അള്ളാഹുവിങ്കൽ മഖബൂലായ ഇബാദത്തുകളുടെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. ഒരാൾക്കും അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന എത്ര വലിയ വമ്പിച്ച മഹത്തായ സൽക്കർമ്മമാവട്ടെ, ഒരാൾക്കും അതുകൊണ്ട് ലക്ഷ്യമുണ്ടാവരുത്. എന്ത്? വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്നതായിരിക്കരുത് അയാളുടെ ലക്ഷ്യം. എന്താവണം? ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ല, എന്റെ സർവോന്നതനായ അത്യുന്നതനായ രക്ഷിതാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളത് എന്നതാവണം അയാളുടെ ലക്ഷ്യം. ഇബ്തിഗാഉൽ വജ്ഹി, ഇബ്തിഗാഉ വജ്ഹില്ല, അള്ളാഹുവിന്റെ തൃപ്തി മോഹിക്കുക എന്നത് മാത്രമാണ്. അള്ളാഹു തൃപ്തിപ്പെടുക, പൊരുത്തപ്പെടുക, ഇഷ്ടപ്പെടുക, അതുമാത്രമായിരിക്കണം നമ്മുടെ കർമ്മങ്ങളുടെ ലക്ഷ്യം. ആ ഒരു ശുദ്ധമായ ലക്ഷ്യത്തിലാണ് നമ്മുടെ കർമ്മങ്ങളെങ്കിൽ വലസൗഫ യർളാ, അത്തരം കർമ്മം ചെയ്യുന്നവരെ അത്തരം കർമ്മങ്ങളിലൂടെ അള്ളാഹു നാളെ പരലോകത്തിൽ തൃപ്തിപ്പെടും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ നമ്മുടെ ആരാധനകൾ, അതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തത് റബ്ബിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വറിദ്വാനും മിനല്ലാഹി അക്ബർ, റബ്ബിന്റെ തൃപ്തി നേടുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാവേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അങ്ങനെ റബ്ബിന്റെ തൃപ്തി നേടണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത് വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചാൽ
നമുക്ക് നമ്മളെ സംബന്ധിച്ചൊരു വിലയിരുത്തൽ നടത്താനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ പ്രഥമസ്ഥാനീയമായ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് വഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നാണ്. നമസ്കരിക്കേണ്ടത് എന്റെ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി ആയിരിക്കണം. അപ്പൊ ആരാധനകളിലെ അതിപ്രധാനമായ നമസ്കാരത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മായാതെ പച്ച പിടിച്ച് നിലനിൽക്കുക എന്നതാണ്. സക്കാത്തിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്നാണ്. വിശ്വാസികൾ സക്കാത്തായോ സ്വതക്കയായോ മറ്റുള്ളവർക്ക് തങ്ങളുടെ ബാധ്യത നിർവഹിക്കുമ്പോൾ പോലും അവരുടെ മനസ്സിലൊരു വിറയലുണ്ടാകും. ഈ കൊടുക്കുന്നതിന് ശരിയായ അർത്ഥത്തിലും ലക്ഷ്യത്തിലും ഉദ്ദേശത്തിലും അല്ല എങ്കിൽ, ശരിയായ അളവിലും തൂക്കത്തിലുമല്ല എങ്കിൽ, അതിൻ്റെ പിന്നിൽ മറ്റു വല്ല ഭൗതികമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് എങ്കിൽ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അത് റബ്ബ് കണ്ടുപിടിക്കും. അത് റബ്ബ് കണ്ടുപിടിക്കും. റബ്ബ് ചോദ്യം ചെയ്യും. റബ്ബിന്റെ അരികിലേക്കാണ് ഞങ്ങൾ മടങ്ങി ചെല്ലേണ്ടത് എന്ന വഖുലൂബുഹും വജിലത്തുൻ, ബേജാറോടുകൂടിയാണ് അവർ സാമ്പത്തിക മേഖലയിലെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് സക്കാത്താണെങ്കിലും സ്വതക്കയാണെങ്കിലും നൽകുക എന്നത്. അപ്പൊ ആ ഒരു വിചാരം നമ്മുടെ മറ്റു മേഖലകളിലും ഉണ്ടായിരിക്കണം എന്നർത്ഥം. റമളാനിനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത് വസൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് വിലയിരുത്തുന്നത് ഞാനാണ്. എനിക്ക് ഒരാൾക്ക് അയാളുടെ നോമ്പ് പൂർണ്ണാർത്ഥത്തിന് ശരിയായിരിക്കുന്നുവോ എന്ന് വിലയിരുത്താൻ കഴിയില്ല, റബ്ബിനല്ലാതെ. അപ്പൊ റബ്ബിന് വിലയിരുത്താൻ കഴിയുന്ന, റബ്ബിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പൂർണ്ണാർത്ഥത്തിലെ സമർപ്പിതമായ രൂപത്തിലുള്ളതായിരിക്കണം നോമ്പ് എന്നർത്ഥം. ഹജ്ജിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോഴും തസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ, ഹജ്ജ് നിങ്ങൾക്ക് ഹാജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആയിക്കൂടാ. നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് നിസ്കരിക്കണോനും ഇസ്ലാമിലേക്ക് വന്നവനും സക്കാത്ത് കൊടുത്തവനും നോമ്പ് നോൽക്കണോനും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു യാത്രയപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആയിക്കൂടാ. നാട്ടുകാർക്കിടയിൽ പേരും പെരുമയും കിട്ടാൻ വേണ്ടിയിട്ട് ആയിക്കൂടാ. പിന്നെന്താണ്? വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ, മനസ്സാണ് ആദ്യം ഹജ്ജിന് വേണ്ടി തയ്യാറാവേണ്ടത്. ശരീരമല്ല, സമ്പത്തല്ല, മനസ്സാണ് ഹജ്ജിന് വേണ്ടി ആദ്യമായി തയ്യാറാവേണ്ടത്. അപ്പോൾ ഇബാദത്തുകൾ ഏത് രൂപത്തിലുള്ളതായിരിക്കണം എന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമാക്കി തരുന്നത് എന്തെന്നാൽ, ഇബാദത്തുകളുടെ ലക്ഷ്യം കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ആത്മാർത്ഥതയുള്ളതായിരിക്കണം. തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പ് നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് എത്തണം. നമസ്കാരം കഴിയുന്നത് വരെ നമ്മുടെ ചിന്തകളിൽ മറ്റ് യാതൊന്നും ഇല്ലാതിരിക്കുവാൻ പരമാവധി നമ്മൾ ജാഗ്രത കാണിക്കണം. അതാണല്ലോ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നല്ല ഭക്തിയോടെ, വിനയത്തോടെ, അടക്കത്തോടെ, ഒതുക്കത്തോടെ, വിധേയത്വത്തോടെ ആത്മാർത്ഥമായി നമസ്കരിക്കുന്നവർക്കാണ് വിജയമുള്ളത് എന്നും ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ എന്നും പഠിപ്പിച്ചത്. ആളുകളെ കാണിക്കുവാൻ വേണ്ടിയോ അലസതയോടെയോ അശ്രദ്ധമായോ നമസ്കരിക്കുന്നവർക്ക് നാശമാണ് എന്നും
വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ ഖുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. നമസ്കാരങ്ങളിൽ അലസതയോടെയും അശ്രദ്ധയോടെയും നിൽക്കുകയും നമസ്കാരത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വളരെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നത് കാപട്യത്തിന്റെ സ്വഭാവമാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മുടെ ഇബാദത്തുകൾ ഏത് രൂപത്തിലാകണം എന്നത് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആത്മാർത്ഥതയുള്ള രൂപത്തിൽ മിൻ ഖൽബിൻ ഖാലിസ് എന്നാണ്. ആത്മാർത്ഥതയോടെ നമസ്കരിക്കുന്ന സമയത്തല്ല, പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മറ്റു വല്ലതിലേക്കും തിരിഞ്ഞു പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉറക്കുവരികയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ പാരായണം നിർത്തിവെക്കണം, എന്നിട്ട് പോയി ഉറങ്ങണം. അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു മേഖലകളിലേക്കാണ് ശ്രദ്ധ പോകുന്നത്, അത് പരിഹരിച്ചിട്ട് വരണം. അലസമായിട്ട് ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്തൊരു സൂക്ഷ്മമായ നിലപാടാണ് അത് നോക്കാൻ. പ്രാർത്ഥിക്കുമ്പോൾ മനസാന്നിധ്യം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കരുത്, പ്രാർത്ഥന നിർത്തണം. എന്നിട്ട് നിങ്ങൾ മറ്റു മേഖലകളിലേക്ക് പോകണം. മനസാന്നിധ്യത്തോടു കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മുഖ്ലിസീന ലഹുദ്ദീൻ, മതം, മനസ്സ്, ചിന്താഗതി മുഴുവനും അല്ലാഹുവിൽ ആത്മാർത്ഥമായി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് ആരാധന നിർവഹിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു മേഖല. രണ്ടാമത്തെ മേഖല ശുദ്ധമായ നിയ്യത്തുണ്ടായിരിക്കണം എന്നതാണ്. ശുദ്ധമായ നിയ്യത്തുണ്ടായിരിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. വല്ലാത്തൊരു അത്ഭുതമുള്ള സംഗതി. ഇമാം ബുഖാരിയുടെ മഹത്തായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ കിതാബിലെ അധ്യായങ്ങളുടെ പേര് വായിച്ചാൽ ആ അധ്യായത്തിൽ വരുന്ന ഹദീസുകൾ ഏതിനെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആർക്കും മനസ്സിലാകും. അറബി ഭാഷ അറിയാവുന്ന, അല്ലെങ്കിൽ അതിന്റെ പരിഭാഷകളാണ് വായിക്കുന്നത് എങ്കിൽ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാകും. അധ്യായത്തിന്റെ പേര് കേട്ടാൽ തന്നെ ആ അധ്യായത്തിൽ ഏത് വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത് എന്ന്. ഇതിന് ഘടകവിരുദ്ധമായി ബുഖാരി ഇമാമ് തന്റെ സ്വഹീഹിൽ ഒന്നാമത്തെ ഹദീസ് കൊടുക്കുന്നത് അധ്യായം വേറെയാണ്. അതിൽ ഒന്നാമത്തെ ഹദീസായി കൊടുക്കുന്നത് ഈ പറഞ്ഞ ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്നിട്ട് അദ്ദേഹം പറയും ബദുഉൽ വഹിയിന്റെ ആരംഭം എന്ന അധ്യായത്തിൽ കൊടുക്കേണ്ടുന്ന ഒന്നാമത്തെ ഹദീസ് ഇതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇതിവിടെ കൊടുത്തത് ഏതൊരു കർമ്മത്തിനും അടിസ്ഥാനപരമായി അത്യാവശ്യമായി വേണ്ടത് നിയ്യത്താണ് എന്നതിനാൽ ഈ കിതാബിന്റെ ആദ്യത്തിൽ തന്നെ ആ ഹദീസ് വരണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഓരോ കർമ്മങ്ങളും വിലയിരുത്തപ്പെടുക ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന്റെ മനസ്സിന്റെ നിലപാടുകൾ അനുസരിച്ചാണ്, നിയ്യത്തനുസരിച്ചാണ്. വന്നിയ്യത്തു മഖ്സൂദുഹു അൽ ഖസ്ദ് എന്ന് മഅനാഹു അൽ ഖസ്ദ്. നിയ്യത്ത് എന്നാൽ ഉദ്ദേശം എന്നാണ് അർത്ഥം. വമഹല്ലുഹു അൽ ഖൽബ് എന്നാ പറയാ, അത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. വതലഫുലുഹു ലൈസ ബിസുന്ന, അത് ചൊല്ലിപ്പറയുക എന്നത് സുന്നത്തിൽപ്പെട്ടതല്ല എന്നും. ചൊല്ലിപ്പറഞ്ഞാൽ അത് ബിദഅത്താന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ചൊല്ലിപ്പറയുന്നതെല്ലാം മനസ്സാണ് നിയ്യത്തിന്റെ സ്ഥാനം, അവിടെയാണ് അത് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇക്കൊല്ലത്തെ റമളാൻ മാസത്തിലെ നാളത്തെ ഫറലായ നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നോറ്റുവാൻ ഞാൻ ഇവിടെ മനസ്സിലില്ലേ വാക്യം എന്താണ്? കരുതിയ കാര്യം പിന്നെ വിളിച്ചു പറയണോ? വേണോ? കരുതിയ കാര്യം പിന്നെ വിളിച്ചു പറയണം. ഞാൻ നിങ്ങളെ 2 തരാൻ കരുതി എന്ന് പറഞ്ഞാൽ തരില്ല, അല്ലേ? വിളിച്ചു പറയലില്ല. അപ്പൊ മഅലുഹു അൽ ഖൽബ് എഴുതി വെച്ചത് ശാഫിഈ മദ്ഹബിലെ കിതാബുകളിൽ തന്നെയാണ്. തലഫുലുഹു ബിദ്അ എന്നാണ് അവിടെ എഴുതി വെച്ചില്ല. ഞാനത് മാറ്റിയിട്ട് ലൈസ ബിസുന്ന എന്ന് പറഞ്ഞു എന്ന് മാത്രം.
അത് ചൊല്ലിപ്പറയുക എന്നത് ബിദ്അത്താണ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങളെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് സുന്നത്തല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ സംഗതികൾ. അപ്പോ ഖാലിസായ നിയ്യത്ത് വേണം. ഓരോ മനുഷ്യനും അവനവന്റെ നിയ്യത്ത് എന്താണോ തദനുസൃതമായിട്ടാണ് പ്രതിഫലം നിശ്ചയിക്കപ്പെടുക എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വായിക്കാൻ കിട്ടും നമുക്ക്. ഒരു ജമാഅത്ത് നമസ്കാരം നടക്കുന്നു, ഒരു ജമാഅത്ത് നമസ്കാരം നടക്കുന്നു. ആ ജമാഅത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ ജമാഅത്ത് നമസ്കാരത്തിന്റെ 100% പ്രതിഫലം ലഭിക്കാനുള്ള അർഹതയുണ്ട്. എന്നാൽ മറ്റൊരാൾക്ക് 90%, ഇനി ഒരാൾക്ക് 80%, ഇനി ഒരാൾക്ക് 50%, ഇനി ഒരാൾക്ക് 10%, വേറെ ഒരാൾക്ക് ഒരൊറ്റ പൈസക്കും വകുപ്പില്ലാത്ത അർഹതയില്ലാത്ത രൂപത്തിലുമായിരിക്കും ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുടെ അള്ളാഹുവിന്റെ വിലയിരുത്തൽ അനുസരിച്ചുണ്ടാവുക എന്ന് പറഞ്ഞിടത്ത് ഈ പുറമേ കാണുന്നതല്ല നിയ്യത്ത് എന്നും ഇത് കേവലം ഒരു പ്രകടനമാണ് എന്നും നമ്മുടെ മനസ്സാണ് വിലയിരുത്തപ്പെടുന്നത് എന്നതും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ സൗന്ദര്യത്തിലേക്കോ ശരീരഗുണങ്ങളിലേക്കോ അള്ളാഹുവിന് താല്പര്യമില്ല, ശ്രദ്ധയുമില്ല. വഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ മനസ്സിലാണ് അള്ളാഹുവിന് താല്പര്യം, അവിടെയാണ് അള്ളാഹുവിന്റെ ശ്രദ്ധ. അപ്പോൾ പൂർണ്ണാർത്ഥത്തിലുള്ള നിയ്യത്തുണ്ടായിരിക്കണം. ഈ ഇബാദത്തുകൾ ശുദ്ധമാവാനാണത്. മറ്റൊന്ന് പൂർണ്ണാർത്ഥത്തിലുള്ള നിയ്യത്തുണ്ടായിരിക്കണം, പൂർണ്ണാർത്ഥത്തിലുള്ള ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എന്നതുപോലെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമുണ്ടായിരിക്കണം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും ഉണ്ടായിരിക്കണം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഒരു കർമ്മം ഇസ്ലാമിൽ പുണ്യകർമ്മമല്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂചനയെങ്കിലും ഇല്ലാത്ത ഒരു കർമ്മം അത് എത്ര നല്ലതാണെങ്കിലും എത്ര കാലമായി ആചരിച്ചു കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇസ്ലാമിൽ അത് പുണ്യകർമ്മമല്ല എന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായ സമയനിഷ്ഠയുണ്ടെങ്കിൽ അങ്ങനെ, രൂപഭാവങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇതൊന്നും വിട്ടുവീഴ്ചയില്ലാതെ ഷർത്തുകൾ പാലിച്ച്, അദബുകൾ പാലിച്ച്, ഫർളുകൾ പാലിച്ച്, സുന്നത്തുകൾ പാലിച്ച് ആദരവോടെ ഇഖ്ലാസോടെ പൂർണ്ണാർത്ഥത്തിലുള്ള നിയ്യത്തോടുകൂടി നമ്മളുടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ നമ്മൾ തുടങ്ങിയാൽ എന്തുണ്ടാകുമെന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സത്യവിശ്വാസികൾ അവരുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കിയെടുക്കാൻ ആരാധനകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനുസ്ജുദു വർക്കഉ വഅബ്ദു റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന സൂറത്ത് ഹജ്ജിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസി സമൂഹമേ, ഇർക്കഉ വസ്ജുദു, നിങ്ങൾ സുജൂദും റുകൂഉം വർദ്ധിപ്പിക്കുവിൻ. വഅബ്ദു റബ്ബക്കും, റബ്ബിനുള്ള മറ്റു ഇബാദത്തുകളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കാൻ ശ്രമിക്കുവിൻ. വഫഅലുൽ ഖൈറ, എല്ലാ നന്മകളിലും നിങ്ങൾ ഭാഗഭാക്കാകുവിൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് പരലോകം വിജയിക്കാൻ സാധിക്കുമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒതുക്കി പറഞ്ഞിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ. നല്ലതാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന, കർമ്മത്തിൽ കൊണ്ടുവരുന്ന, ജീവിതത്തിൽ പാലിക്കുന്ന പലതും പിഴച്ചുപോയതാണ് നബിയെ. അതിന് താങ്കളുടെയോ എന്റെയോ അനുവാദമോ നിർദ്ദേശമോ മാതൃകയോ ഇല്ലെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്ന് പാരായണം ചെയ്ത സൂറത്ത് അൽ കഹ്ഫിന്റെ അവസാന പേജിൽ നമ്മൾ വായിക്കാൻ കഴിഞ്ഞതാണ്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. കർമ്മഫലങ്ങൾ പാഴിലായി പോയി പരാജിതരായ ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് താങ്കൾ താങ്കളുടെ സമുദായത്തോട് ചോദിക്കുക. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, അവർ ദുനിയാവിൽ വഴിപിഴച്ച് ജീവിതം നയിച്ചവരാണ്. പക്ഷേ വഹും യഹ്സബൂൻ, അവരുടെ വിചാരം അന്നഹും യുഹ്സിനൂന
അവർ പ്രവർത്തിക്കുന്നതെല്ലാം ശരിയായ രൂപത്തിൽ നല്ലതാണ് എന്നാണ് അവരുടെ വിശ്വാസം. അതാണ് ആ 3 ചെറുപ്പക്കാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രാവ് വെളുക്കുവോളം നമസ്കരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഒരാൾ, ജീവിതകാലം മുഴുവനും നോമ്പെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു മറ്റൊരാൾ, ഇനി കല്യാണം കഴിക്കുകയില്ല, ഇബാദത്തിന് വേണ്ടി മാത്രമായി ജീവിതവും രാവും പകലും മുഴുവൻ ഉപയോഗിക്കുമെന്ന് മൂന്നാമൻ. അവരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈനി ഉസല്ലി വ അർഖുദു, ഞാൻ നമസ്കരിക്കുകയും ചെയ്യും ഉറങ്ങുകയും ചെയ്യും, വ അസൂമ ഉഫ്തിറു, ഞാൻ നോമ്പെടുക്കുകയും ചെയ്യും നോമ്പില്ലാതെ മുറിക്കുകയും ചെയ്യും, വ അതസവ്വജു നിസാഅ, ഞാൻ കല്യാണവും കഴിക്കും. അമാ തഅലം അന്നി അഖ്ശാകും ലില്ലാഹി വ അത്തഖാകും, നിങ്ങളെക്കാൾ കൂടുതൽ പടച്ചവനെ പേടിയുള്ളവനും തഖ്വയുള്ളവനും ഞാനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതാണ് എന്റെ നിലപാട്. ഫമൻ റഗിബ അൻ സുന്നത്തി, ഇത് പോരാ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഫലൈസ മിന്നി, അവൻ നമ്മുടെ അനുയായിയാണെന്ന് പറയാൻ യോഗ്യനല്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്തുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മുടെ ഇബാദത്തുകളെന്ന് കൃത്യമായ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ മനസ്സ് നന്നാകും, അതുവഴി നമ്മുടെ പ്രവർത്തനം നന്നാകും, അതുവഴി നമ്മുടെ വാക്കുവിചാര കർമ്മങ്ങൾ നന്നാകും, അതുവഴി നമുക്ക് ശുദ്ധി നേടുവാൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് കൂട്ടുകാരോട് ചോദിക്കുകയാണ്, അറഅയ്തും ലൗ അന്ന ബിഫിനാഇ അഹദികും നഹ്റു യജ്രി, നിങ്ങളിൽ ഒരാളുടെ മുറ്റത്ത് കൂടി ഒരു തോട്, ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഫയഗ്തസിലു മിൻഹു 5 മർറാത്തിൻ കുല്ല യൗം, എന്നും അതിൽ 4-5 നേരം കുളിക്കുന്ന സ്വഭാവക്കാരുമാണ് നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഹൽ യബ്ഖാ അലൈഹി മിൻ ശൈഅ, അയാളുടെ ശരീരത്തെ എവിടെയെങ്കിലും ചെളി പറ്റിപ്പിടിച്ച് നിൽക്കുമോ? ചെളി ആവോന്നല്ല, പറ്റിപ്പിടിച്ച് നിൽക്കുമോ? ബാക്കിയാവോ? ഇല്ലാതെ ഇരിക്കോ? ഉണ്ടാവോ? ബാക്കി നിൽക്കോ എന്ന് ചോദിച്ചപ്പോ കാലൂ ഇല്ല, പറ്റിയാൽ തന്നെ അടുത്ത തവണ കുളിക്കുമ്പോ ആണ്ട് പോകും എന്ന് അവർ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ്, എന്നാൽ അതാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ ഗുണവും. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ, അതുകൊണ്ട് അവക്കിടയിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. അങ്ങനെ നമ്മൾ എപ്പോൾ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ശുദ്ധരായി വിശുദ്ധമായ വിശ്വാസത്തോടെ വിശുദ്ധമായ കർമ്മങ്ങളോടെ നമുക്ക് ദുനിയാവിനോട് വിട പറയുവാൻ സാധിക്കും. അതാണ് നമ്മൾ എപ്പോഴും ബോധിക്കൊണ്ടിരിക്കുന്ന ആ ആയത്തിലുള്ളത്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ, ത്വയ്യിബുകളായി വിശുദ്ധരായി മരിക്കാൻ സാധിച്ചാൽ മലക്കുകൾ ആ മരണസമയത്ത് അവരോട് പറയും, സലാമുൻ അലൈക്കും, ഇനി നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല, സമാധാനമുണ്ടാകും എക്കാലവും. ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. എന്താണ്? ജസാഅം ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ കർമ്മഫലം അത്രയും മെച്ചപ്പെട്ടതാണ്, കർമ്മങ്ങൾ അത്രയും നന്നായിരുന്നു എന്ന്. അത്തരക്കാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ വഹബീബിനാ വസഫീയിനാ വശഫീഇനാ വസയ്യിദിനാ വമൗലാനാ മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖ. അമ്മാ ബഅദ്, അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിനീത വിധേയരായി ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും സ്വന്തത്തിനും കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കും അത്തരമൊരു അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ഉള്ളുരുകിയ പ്രാർത്ഥന സദാസമയം നിലനിർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പള്ളി അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. പള്ളിയിൽ പാലിക്കേണ്ടുന്ന ആദരവിനെക്കുറിച്ചും ബഹുമാനങ്ങളെക്കുറിച്ചും നമുക്ക് തർക്കമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞത്,
ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് ധൃതി പിടിച്ച് ഒതുവെടുത്ത് ധൃതി പിടിച്ച് നടന്നു വരുന്ന ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരടക്കവും ഒതുക്കവും ഒരാദരവും ബഹുമാനവും വേണം. അവർ വരുന്നത് ദുനിയാവിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഏറ്റവും വിശുദ്ധനായ ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു ആയത്തോ ഒരു ദിക്റോ നഷ്ടപ്പെടാതിരിക്കണം എന്ന അതീവ ആവേശത്തോടു കൂടിയാണ് അവരൊന്ന് വേഗത്തിൽ നടന്നു വന്നത്. പക്ഷേ അവർക്ക് നൽകപ്പെട്ട തിരുത്ത് അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, അങ്ങനെ വരാൻ പാടില്ല. പള്ളിയാണ്, ഇബാദത്തിലേക്കാണ്. ഒരു റുക്കോഴ് നഷ്ടപ്പെടാതിരിക്കാൻ, ഒരായത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെയാണ് നിങ്ങൾ വരുന്നത് എന്നെനിക്കറിയാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് പള്ളിയാണ്, ഇത് അള്ളാന്റെ വീടാണ്, ഇവിടെ അങ്ങനൊന്നും വരാൻ പറ്റൂല. അപ്പൊ ആദാബുൽ മസ്ജിദ് എന്ന പേരിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പള്ളിയിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ, ജമാഅത്തുകളിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ, ജുമുഅ ദിവസം പാലിക്കേണ്ടുന്ന മര്യാദകൾ, ജുമുഅക്ക് വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, ജുമുഅയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, ഇവയെല്ലാം അവയിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പള്ളിയിൽ ആദ്യം വരുന്നവർ, ആദ്യം വരുന്നവർക്കുള്ളതാണ് ഒന്നാമത്തെ സൊഫുകൾ. ലൗ തഅലമൂന മാ ഫി സൗഫിൽ അവ്വലി വഫിൽ മയാമിൻ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വചന. ഒന്നാമത്തെ സൊഫിന്റെയും അതിന്റെ തന്നെ വലതുഭാഗത്ത് ഇരിപ്പിടം കിട്ടിയാലുണ്ടാകുന്ന മഹത്വത്തിനെയും കുറിച്ച് നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ നിരങ്ങിയിട്ടെങ്കിലും എന്നൊരു ഹദീസിൽ വലുഹബ്വ എന്ന് നറുക്കെടുത്തിട്ടാണെങ്കിലും ആ ഒന്നാമത്തെ സൊഫിൽ ഒരു ഇരിപ്പിടം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെനക്കെടുമായിരുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പ്രിയപ്പെട്ട മക്കൾ വളർന്നു വരുന്നു, അവർ കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പള്ളിയിൽ വരുമ്പോൾ ഉള്ളത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മുമ്പിലെ സൊഫ ഏതാണോ അവിടെയാണ് നമ്മുടെ ഇരിപ്പിടം നമ്മൾ തിരയേണ്ടത്. ഒന്നാമത്തെ സൊഫിൽ ഒരാൾക്ക് നെരുങ്ങിയെങ്കിലും ഇരിക്കാൻ പറ്റുമെങ്കിൽ അയാൾ രണ്ടാമത്തെ സൊഫിനെ കുറിച്ച് ആലോചിക്കാനേ പാടില്ല എന്നർത്ഥം. കാരണം ഒന്നാമത്തെ സൊഫിന്റെ പുണ്യം, പ്രാധാന്യം, മാഹാത്മ്യം രണ്ടാമത്തെ സൊഫിന് പോലും ഇല്ല. രണ്ടാമത്തെ സൊഫ് പൂർണ്ണമായാൽ മാത്രമേ മൂന്നാമത്തെ സൊഫിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാവൂ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഏത് പള്ളിയിൽ പോയാലും, ഏത് ജമാഅത്തുകളിൽ പോയാലും, ജുമുഅയിൽ പോയാലും അതാണ് അതിന്റെ നിലപാട്. ആദ്യം വരുന്നൊരു കുട്ടികളാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയും ആ കുട്ടികൾക്കുള്ളതായിരിക്കും ഒന്നാമത്തെ സൊഫ്. നമ്മൾ ആരെങ്കിലും ഇവിടെ കാരണന്മാരുണ്ട്, പള്ളി കമ്മിറ്റിക്കാരുണ്ട്, പഴയകാല മുത്തവല്ലികൾ, നാട് ഭരിച്ചിരുന്ന ആളുകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്കും ഇവിടെ സീറ്റ് റിസർവ് ചെയ്ത് വെക്കണമെന്നോ ഇവിടെ ഇരുന്ന ആൾക്കാരെ പിടിച്ച് ബാക്കിലേക്ക് ഇരുത്തിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാമെന്നോ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നേർക്ക് നേരെ പറയാം, നമ്മുടെ നമസ്കാരം കൊണ്ട് ഫലമുണ്ടാവുകയില്ല. അപ്പോ കുട്ടികൾ ആണുങ്ങളുടെ പിന്നിലാണ് ഇരിക്കേണ്ടത് എന്നില്ല കിതാബിൽ എന്ന് ചോദിച്ചാൽ ആണുങ്ങൾ പുരുഷന്മാർ ആദ്യം വരണമെന്നും കൂടി കിതാബിലുണ്ടേ. പുരുഷന്മാർ ആദ്യം വരണം എന്ന് കിതാബിൽ ആദ്യം വരുന്നവർക്കുള്ളതാണ് ആദ്യത്തെ സഫുകൾ. സഹാബി വര്യന്മാർ അവരുടെ മക്കളുമായിട്ടാണ് വന്നത്, പേരമക്കളുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് അവർ വലിയ ആളുകൾ മുമ്പിലിരുന്നു, കുട്ടികൾ പിന്നിലിരുന്നു. മാത്രവുമല്ല, അവർ കുട്ടികളെ പിന്നിലേക്ക് മാറ്റാനുള്ള കാര്യം ആ കുട്ടികൾക്കും പിന്നിലായിരുന്നു സ്ത്രീകൾക്കുള്ള സഫുകൾ ക്രമീകരിച്ചിരുന്നത് എന്നതുകൊണ്ടുകൂടിയാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യമൊന്നും ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സഫുകൾ ഇങ്ങനെ ഞങ്ങളൊന്നും വിചാരിക്കരുത് ഈ പോത്തിന്റെ വായി കൈയിട്ട പോലെ അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിക്കൂടാ. ഇവിടെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
പക്ഷെ അതുണ്ടായിക്കൂടാ. വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുട്ടിയുരുമി അലാ തുഹിബ്ബൂന അൻ യുസിഫുൽ മലായിക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. മലക്കുകൾ സഫ് നിൽക്കുന്നത് പോലെ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതേ നബിയെ, പക്ഷെ അത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് സ്വഹാബത്ത് മറുപടി കൊടുത്തപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതിമ്മൂന സഫൽ അവ്വൽ സുമ്മൽ അവ്വൽ എന്നാണ്. അവർ ആദ്യം ഒന്നാമത്തെ സഫ് പൂർത്തിയാക്കും, പിന്നെയാണ് രണ്ടാമത്തെ സഫിലേക്ക് അവർ പോവുക എന്നാണ്. ഇതൊന്നും രോഗികളെ കുറിച്ചോ വൃദ്ധന്മാരെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് എന്നത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ചാരി ഇരുന്നേ മതിയാവൂ, അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ള രോഗികൾക്ക് ചാരി തന്നെ ഇരിക്കാം. കസേര വേണ്ടവർക്ക് കസേര ഇല്ലാതെ ഇരിക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെ തന്നെ ഇരിക്കാം. പക്ഷെ നമ്മളിൽ 99.5% മുകളിലുള്ളവരും ആരോഗ്യമുള്ളവരാണ് ഈ സമുദായത്തിന്റെ. അതുകൊണ്ട് സഫുകൾ പൂർണാർത്ഥത്തിൽ ഇരുന്നേ മതിയാവൂ. മെഹ്റാബിൽ നിന്നുകൊണ്ട് പിന്നിലെ സഫിൽ ചെറിയൊരു ഒഴിവുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കൂടാ. അത് എന്തിനു പറ്റുന്നതല്ല, അള്ളാഹുവിന്റെ ഭവനത്തിൽ അത് പാടില്ല എന്നാണ്. അതിന്റെ ഹുർമത്തിന് നമ്മൾ പറയില്ലേ, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഹുർമത്തിന്, ആദരണീയതക്ക്, പവിത്രതക്ക്, ബഹുമാന്യതക്ക് അത് നിരക്കുന്നതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കു നിരക്കുന്നതല്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, യുവാക്കളൊക്കെ പഠിച്ചു വളരേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് കാരണന്മാർ ഇതൊക്കെ അറിയാവുന്നവരാണ്, അതുകൊണ്ട് ആണിത് പറയാതെ പോകുന്നത്. പക്ഷെ ഇപ്പോഴേക്ക് മനസ്സിലാകും, നമ്മളെ കണ്ട് വളരേണ്ടതാണ് നമ്മുടെ മക്കളും പേരമക്കളും ഒക്കെ. അവർ കൂടി മതവിദ്യാഭ്യാസം നേടേണ്ടത് നമ്മുടെ പള്ളി മെമ്പറുകളിൽ നിന്ന് തന്നെയായിരിക്കണം എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അടുത്ത ജമാഅത്തുകൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കിരിക്കാൻ കിട്ടുന്ന ഏറ്റവും മുമ്പിലെ ഇടം ഏതാണ് എന്നാണ് പരിശോധിക്കേണ്ടത്. അവിടേക്കെത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഏറ്റവും പിന്നിലെ ഇടമല്ല, എവിടെയെങ്കിലും ചാരിയിരിക്കലുമല്ല. ഇതൊന്നും നമ്മുടെ പള്ളിയിലെ കോപ്പേന സ്വഭാവമല്ല എങ്കിലും പറയുകയാണ്. അള്ളാഹു സത്യത്തെ സത്യമായി കാണാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ദീനിനെ ആചരിക്കാനുള്ള തൗഫീഖോ തഖ്വ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ ഇബാദത്തുകളിലൂടെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ, വിശുദ്ധരായി മരിക്കാൻ ഇടയാകുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വന്നുപോയ എല്ലാത്തരം വീഴ്ചകൾക്കും പരിഹാരമാകുന്ന രൂപത്തിൽ, പ്രായശ്ചിത്തമാകുന്ന രൂപത്തിൽ ഇനിയുള്ള കാലത്തെ ഇബാദത്തുകൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിശുദ്ധിയോടുകൂടി നിർവഹിക്കാൻ, അങ്ങനെ വിശുദ്ധരായി മരിക്കാൻ, വിശുദ്ധ സ്വർഗത്തിൽ വിശുദ്ധരായ സ്വഹാബത്തിനോടും പ്രവാചകന്മാരോടും ഒപ്പം ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും, ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും, ഞങ്ങൾ അനുഭവിക്കുന്ന അപമാനങ്ങളും പതിത്തവും, ഞങ്ങൾ നേരിടുന്ന വിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും, ഞങ്ങൾക്ക് നീ ദുരിതം, ഈ ദുരിതങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് എടുത്തു നിൽക്കണമേ റഹ്മാനെ. ഞങ്ങളോട് കൃപയുള്ള, ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ആളുകളെ ഞങ്ങളുടെ ഭരണമേൽപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളോട് കൃപയില്ലാത്ത, ഞങ്ങളോട് ശത്രുതയുള്ള, ഞങ്ങളോട് അസൂയയുള്ളവരെ ഞങ്ങളുടെ നേതൃത്വവും ഞങ്ങളുടെ ഉത്തരവാദിത്വവും അധികാരവും ഏൽപ്പിക്കാതിരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് കഷ്ടപ്പെടുന്നവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ റഹ്മാനെ. അക്രമികളുടെ കൈ പിടിക്കണമേ റഹ്മാനെ. അവരുടെ കുടുംബം പിടിക്കണമേ റഹ്മാനെ. അവരുടെ ശക്തി ക്ഷയിപ്പിക്കണമേ റഹ്മാനെ. അവർക്കെതിരിൽ ദുർബലരുടെ പ്രാർത്ഥന സ്വീകരിച്ച ചരിത്രമാണ് നിനക്കുള്ളത്. അതാണ് നിന്റെ സുന്നത്തും എന്ന് നിന്റെ ഗ്രന്ഥത്തിൽ നീ പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്ത് ഞങ്ങളുടെ കാര്യത്തിൽ നീ നടപ്പാക്കണമേ റഹ്മാനെ. രോഗം കൊണ്ട് വലയുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ആളുകൾക്ക് രോഗങ്ങളെല്ലാം ശിഫയാക്കി തരയണമേ റഹ്മാനെ. സ്വാലിഹായ ഉദ്ദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് നിറവേറ്റി തരയണമേ റഹ്മാനെ. ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ജീവിത വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകണമേ റഹ്മാനെ. മരണപ്പെടുമ്പോൾ നിന്റെ ഇഷ്ടക്കാരായി മരിക്കാനും ഞങ്ങൾ കിടക്കുന്ന കബറുകൾ സ്വർഗപൂങ്കാവനമാക്കാനും കഴിയുന്ന രൂപത്തിൽ വിശുദ്ധ ജീവനം നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും
ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വ അജ്ർ വാലിദിനാ വ അഗ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വ അമിത്നാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വ അഅദാഅക വ അഅദാ ദീനിക യാ അസീസ് യാ ജബ്ബാർ. اللهم لا تسلط علينا من لا يرحمنا ولا تسلط علينا عدوا ولا حاسدا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على محمد.